നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നതകാരിയായ അയത്തുള്ള അലി ഖമനേയിയെ വധിച്ച് 5 ദിവസം പിന്നിടുമ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി ലഭ്യമാകുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പെൻറ്റഗൺ അറിയിച്ചിരിക്കുന്നത് ട്രംപ് എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബങ്കറിൽ അതീവ സുരക്ഷാ സന്നാഹത്തിൻ്റെ നടുവിലാണ്. ഇറാന്റെ കപ്പലുകളെ ആക്രമിക്കുന്ന പദ്ധതിയാണിപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. അമേരിക്കയുടെ ഒരു സബ്മറൈൻ ഇതിനോടകം തന്നെ ശ്രീലങ്കൻ തീരത്തൂടെ പോയ ഒരു ഇറാൻ കപ്പലിൽ 87 പേരെ വധിച്ചു എന്ന റിപ്പോർട്ടാണ് വന്നത്. ഇറാനിൽ 1000-ൽ കൂടുതലായി മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടും വന്നിരിക്കുന്നു. ഒരേ സമയം 8ഓളം രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് അമേരിക്കൻ കോൺസുലേറ്റ് നേരെയും അമേരിക്കൻ എംബസിക്ക് നേരെയും ശക്തമായ ആക്രമണ പരമ്പരയുമായി അമേരിക്കയുടെ എയർബേസുകൾ ഏതൊക്കെ രാജ്യത്തുണ്ടോ അതിനെയൊക്കെ ആക്രമിക്കുന്ന രീതിയിൽ ശക്തമായ തിരിച്ചടിക്ക് നേതൃത്വം നൽകുകയാണ് ഇറാൻ ഭരണകൂടം. അമേരിക്ക ശരിക്കും തീ കൊണ്ട് തലചൊറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിനെ ഏത് നിമിഷവും തകർത്ത് തരിപ്പണമാക്കാൻ ഇറാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് ഉത്തര കൊറിയൻ ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരി കിം ജോൺ ഉൻ പറഞ്ഞിരിക്കുകയാണ്. ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അവർ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും എന്നുള്ളതാണ്. കിം ജോൺ ഉൻ ഇറാനോട് കൃത്യമായി എല്ലാ രീതിയിലും കോൺവെർസേഷൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നമുക്കറിയാം, ടെഹ്റാനിൽ സംഭവബഹുലമായിട്ടുള്ള വാർത്തകളാണ് അനുദിനം പുറത്തു വരുന്നത്. അനുനിമിഷം മാറി മറിയുന്ന സാഹചര്യങ്ങൾ. ഇപ്പോൾ പന്ത് ഇറാന്റെ കോർട്ടിലാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യമാണ്. കാരണം അങ്ങേയറ്റം പൈശാചികമായ നടപടിയാണ് ഇസ്രയേലും അമേരിക്കയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ എല്ലാമായിട്ടുള്ള അയത്തുള്ള അലി ഖമനേയിയെ ഉന്മൂലനം ചെയ്തത് വഴി ഇറാനിൽ റെജീം ചേഞ്ച് ഉണ്ടാകും, അതായത് ഭരണമാറ്റം ഉണ്ടാകും. ഇറാനിൽ അമേരിക്ക വിചാരിക്കുന്ന ഒരു പാവ സർക്കാർ അധികാരമേക്കും എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഖമനേയിയുടെ പിന്തുടർച്ചക്കാർ തന്നെ അതിലും ശക്തമായി ആ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ പല രീതിയിലുള്ള നീക്കങ്ങളിൽ ഒന്ന് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നതായിരുന്നു. തന്ത്രപ്രധാനമായിട്ടുള്ള ചരക്ക് ഗതാഗതം എക്കാലത്തേക്കും സ്തംഭിപ്പിക്കാൻ ഇറാൻ അറിയാം. ഗൾഫ് രാജ്യങ്ങളെ ഓരോന്നായി ആക്രമിക്കുമ്പോൾ ഖത്തറിനോട് വളരെ വ്യക്തമായി തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ തൊടില്ല. നിങ്ങൾ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ, അതും അമേരിക്കയുടെ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരിക. ഖത്തറുമായിട്ടുള്ള അമേരിക്കയുടെ വിച്ഛേദമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കാണുന്നത്. അമേരിക്കയെയും ഇസ്രായേലിനെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഖത്തർ ഭരണകൂടം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം കൂടിയാണിത്.